അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിതിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരെന്തെന്ന് അറിയാമോ? അതെ, അത് തന്നെ. എൻ്റെ കഥയുടെ പേരാണ് കുതിരബലിയുടെ പ്രയാഞ്ചിത്തം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ കൊട്ടാരം. ജിന്നുകളും പിശാചുകളുമൊക്കെയാണ് അവിടുത്തെ പാറാവുകാർ. വെയിലും മഴയും ചൂടും തണുപ്പും അവർക്കൊരു പ്രശ്നമേമല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെല്ലാം സുലൈമാൻ നബിയുടെ അഞ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയായിരുന്നു. ഒരു നിമിഷവും വെറുതെ ഇരിക്കാതെ അവിശ്രമമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരിക്കേണ്ടി വന്നാൽ ആ നിമിഷം മുമ്പുണ്ടാക്കിയതെല്ലാം പൊളിക്കപ്പെടും. അതിനാൽ ഇടമുറിയാതെ ജോലി ചെയ്യാനുള്ള സംവിധാനമെല്ലാം സുലൈമാൻ നബി അവർക്ക് ഒരുക്കിയിരുന്നു. ഒരു മധ്യാഹ്നത്തിൽ അവരുടെ ജോലി നേരിട്ട് പരിശോധിക്കാൻ വേണ്ടി സുലൈമാൻ നബി അവർക്കിടയിലേക്ക് ചെന്നു. തൻ്റെ മുന്തിയതരം കുതിരകളുടെ തീറ്റുന്ന ജോലിയിലായിരുന്നു അവരിൽ ഒരു വിഭാഗം. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കുതിരകളിലേക്ക് തിരിഞ്ഞു. 900 കുതിരകളുടെ ഒരു വ്യൂഹം ഉണ്ടായിരുന്നു അവിടെ. തൻ്റെ കുതിരപ്പടയിൽ നിന്നു തിരഞ്ഞെടുക്കപ്പെട്ട് ലക്ഷണമൊത്ത ഏറ്റവും നല്ല കുതിരയായിരുന്നു അവ. കുതിരകളുടെ ചന്തവും മേന്മയും ആസ്വദിച്ച് എല്ലാം വിസ്മരിച്ച് അദ്ദേഹം അവിടെ അങ്ങനെ നിന്നുപോയി. താൻ പൊലി വെയിലത്താണ് നിൽക്കുന്നതെന്ന കാര്യം പോലും അദ്ദേഹം അറിഞ്ഞില്ല. മനസ്സു നിറയെ കുതിരകളുടെ സൗന്ദര്യമായിരുന്നു. പിശാചുകൾ, ജിന്നുകൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെല്ലാം സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നബിയുടെ ആജ്ഞകൾ ശിരസായിക്കുന്നവരാണ് അവയെല്ലാം. കുതിരയെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം എല്ലാം മറന്ന് ഹൃദയത്തിൽ ലയിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.